ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരു ദിവസം മിനിമം ഒരു വിശ്വാസി എത്ര ആയത്തുകൾ, അതല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് എത്ര ഭാഗം ഒരാൾ ഓതിയിരിക്കണം? ചുരുങ്ങിയത് മാക്സിമം എത്രയും ഓതാം. മുൻഗാമികൾ ഒരു ദിവസം കൊണ്ട് ഖത്മ് തീർത്തവരുണ്ട്, ഒരാഴ്ച കൊണ്ട് ഖത്മ് തീർത്തവരുണ്ട്, 2 ആഴ്ച കൊണ്ട് ഒരു ഖത്മ് തീർത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ മിനിമം ഒരാൾ ഖുർആനിൽ നിന്ന് എത്ര ഒരു ദിവസം ഓതിയിരിക്കണം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ പറയുന്നു, ഇഅലം അന്ന ഖിറാഅത്തൽ ഖുർആനി ആഖദുൽ അദ്കാരി കമാ ഖദ്ദംന. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം എന്നുള്ളത് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന ദിക്റാണ്. ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? അത് ഖുർആൻ തന്നെയാണ്. ഫയംബഗി അൽ മുദാവമതു അലൈഹ. അതുകൊണ്ട് ഖുർആൻ പാരായണം നിത്യമായും ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ ഖുർആൻ വെള്ളിയാഴ്ച ഒരു സൂറത്തുൽ കഹ്ഫ് മാത്രം ഓതുക, അങ്ങനെയല്ല വേണ്ടത്. നിത്യമായി ഖുർആൻ പാരായണം നടക്കണം. ഫലാ യുഖ്ല അൻഹ യൗമൻ വലൈലത്തൻ. ഒരു രാത്രിയും ഒരു പകലും ഖുർആൻ ഓതാத രൂപത്തിൽ ഒരാൾ കഴിച്ചു കൂട്ടരുത്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു ഭാഗം, ചെറിയൊരു അംശമെങ്കിലും ഖുർആൻ പാരായണം കൊണ്ടായിരിക്കണം. അതുപോലെ പകലിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഖുർആൻ പാരായണം ഉണ്ടായിരിക്കണം. വയഹ്സുലു ലഹു അസ്ലുൽ ഖിറാഅത്തി ബിഖിറാഅത്തിൽ ആയാത്തിൽ ഖലീല. കുറച്ച് ആയത്തുകൾ പാരായണം ചെയ്താൽ തന്നെ അവനിക്ക് എന്ത് ലഭിക്കും? അതിൻ്റെ അടിസ്ഥാന കൂലി ലഭിക്കും. കുറേ വേണ്ട, കുറച്ചെങ്കിലും ഖുർആൻ പാരായണം ചെയ്യണം. എന്നിട്ട് നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഫീ യൗമിൻ വലൈലത്തിൻ 50 ആയത്തൻ. ഒരു രാത്രിയും പകലും 50 ആയത്ത് ഒരാൾ ഓതിയാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ അവനെ അല്ലാഹു തആല എണ്ണുകയില്ല. ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധനായി ജീവിക്കുക. അല്ലാഹു, റസൂൽ, ഖുർആൻ, നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അശ്രദ്ധനായി ജീവിക്കുക, അവർക്കാണ് ഗാഫിൽ എന്ന് പറയുക. അത്തരം ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അവനെ രേഖപ്പെടുത്തുകയില്ല. വമൻ ഖറഅ മിഅത ആയത്തിൻ കുതിബ മിനൽ ഖാനിതീൻ. അതേസമയം 100 ആയത്ത് ഓതിയാലോ അവനെ അല്ലാഹു തആല ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തും. ഖാനിതീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ വഴിപ്പെട്ട് താഴ്മയോടെ ജീവിക്കുന്നവരെയാണ് ഖാനിതീൻ എന്ന് വിളിക്കുക. വമൻ ഖറഅ മിഅതൈ ആയത്തിൻ ലം യുഹാജ്ജുൽ ഖുർആൻ യൗമൽ ഖിയാമ. 200 ആയത്തുകൾ ഒരാൾ ഓതിയാൽ ഖിയാമത്ത് നാളിൽ അവനോട് ഖുർആൻ വാദിക്കാൻ വരികയില്ല. എന്ന് പറഞ്ഞാൽ അവനിക്കെതിരെ സാക്ഷ്യം പറയാൻ ഖുർആൻ വരികയില്ല. വമൻ ഖറഅ 500 ആയത്ത് ഒരാൾ ഒരു ദിവസം ഓതിയാൽ കുതിബ ലഹു ഖിൻതാറും മിനൽ അജ്ർ. അവന് അല്ലാഹു തആല പ്രതിഫലങ്ങളുടെ കൂമ്പാരം തന്നെ അവൻ്റെ അക്കൗണ്ടിൽ അല്ലാഹു തആല രേഖപ്പെടുത്തും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചുരുങ്ങിയത് 50 ആയത്തെങ്കിലും ഒരു ദിവസം ഓതണമെന്നാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്.